കൊച്ചി UAE കപ്പൽ സർവീസ് തുടങ്ങുന്നതിനുള്ള നടപടികൾ അന്തിമഘട്ടത്തിൽ. നേരത്തെ ബേപ്പൂരിൽ നിന്ന് UAEയിലേക്ക് സർവീസ് ആരംഭിക്കുമെന്ന് കേട്ടിരുന്നുവെങ്കിലും തുറമുഖത്തെ ആഴക്കുറവ് കാരണം കൊച്ചിയാണ് പരിഗണനയിലുള്ളത്. കേരളത്തിലെ മറ്റു തുറമുഖങ്ങളെയും സർവീസുമായി ബന്ധിപ്പിക്കുന്ന കാര്യം സർക്കാർ പിന്നീട് പരിഗണിക്കും. ദുബായിൽ നിന്ന് കേരളത്തിലേക്ക് കപ്പൽ സർവീസ് ആരംഭിക്കുമ്പോൾ നേട്ടം യാത്രക്കാർക്ക് മാത്രമല്ല, ചരക്കു കയറ്റുമതിയും ടൂറിസവുമെല്ലാം പരിപോഷിപ്പിക്കാനുള്ള വഴിയാണ് ഒരുങ്ങുന്നത്. രണ്ട് കമ്പനികളെ സർക്കാർ ഇതിനുവേണ്ടി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ ഡിസംബർ 20-ന് ദുബായിൽ നിന്ന് സർവീസ് ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് കരുതിയതെങ്കിലും ചില തടസ്സങ്ങൾ നേരിട്ടുവെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ ചെയർമാൻ CE ചാക്കുണ്ണി ഒരു പ്രമുഖ മാധ്യമത്തോട് പറയുന്നുണ്ട്. UAEയിൽ നിന്ന് കൊച്ചിയിലേക്ക് കപ്പൽ മാർഗമുള്ള യാത്രയ്ക്ക് 3 ദിവസമെങ്കിലും വേണ്ടിവരും. അതുകൊണ്ട് തന്നെ തിടുക്കത്തിൽ നാട്ടിലേക്ക് വന്നു മടങ്ങുന്ന പ്രവാസികൾക്ക് കപ്പൽ സർവീസ് ഗുണം ചെയ്തേക്കില്ല. അതേസമയം കൂടുതൽ ലഗേജ് കൊണ്ടുവരുന്നവർ, ചരക്കുകൾ അയക്കുന്നവർ, വിനോദസഞ്ചാരം കൂടി ലക്ഷ്യമിടുന്നവർ എന്നിവർക്കാകും നേട്ടം. വിദേശത്ത് നിന്ന് ചികിത്സയ്ക്ക് വേണ്ടി കേരളത്തിലേക്ക് വരുന്നവർക്കും നേട്ടമാണ്. കൊച്ചി UAE കപ്പൽ സർവീസിന്റെ ചർച്ചയ്ക്ക് തുടക്കമിട്ട വേളയിൽ ഒരു ഭാഗത്തേക്കുള്ള യാത്രയ്ക്ക് 20,000 രൂപ വരെ അടിസ്ഥാന ടിക്കറ്റ് നിരക്ക് വേണ്ടിവരുമെന്നായിരുന്നു വിവരം. പിന്നീട് നടന്ന തുടർ ചർച്ചകളിൽ 15,000 രൂപയിലേക്ക് കുറയ്ക്കാൻ സാധിച്ചു. മാത്രമല്ല, ബജറ്റിൽ സർക്കാർ തുക നീക്കിവെച്ചതും ചിലവ് കുറയാൻ വഴിയൊരുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനെല്ലാം പുറമെ ചരക്ക് കയറ്റുമതി കൂടി സാധ്യമാകുന്നതിനാൽ ടിക്കറ്റ് നിരക്ക് കൈപ്പിടിയിൽ ഒതുങ്ങാൻ സഹായിക്കും. വിമാന ടിക്കറ്റ് നിരക്ക് അടിക്കടി ഉയരുന്ന സാഹചര്യത്തിൽ കപ്പൽ യാത്രയ്ക്ക് കൂടുതൽ പേർ തയ്യാറാകുമെന്നാണ് പ്രതീക്ഷ. 1 ലക്ഷത്തിലധികം പ്രവാസികൾ യാത്രയ്ക്ക് സന്നദ്ധത അറിയിച്ചിട്ടുണ്ട്. ഒട്ടേറെ സംഘടനകളും ചാർട്ടേഡ് ചെയ്യാൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. 1250 പേർക്ക് ഒരു സമയം യാത്ര ചെയ്യാൻ പറ്റുന്ന സർവീസാണ് വരുന്നത്. 1000 ടൺ ചരക്കും കൊണ്ടുപോകാൻ സാധിക്കും. കപ്പൽ സർവീസിന്റെ സാധ്യതകൾ മനസ്സിലാക്കുന്നതിന് MDC പ്രതിനിധികൾ ദുബായിൽ പോയിരുന്നു. പ്രവാസികളുമായും വ്യവസായികളുമായും ചർച്ച നടത്തുകയുണ്ടായി. ഷാർജയിലെ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് ആഴ്ചയിൽ 4000 കിലോ ഹൽവ കോഴിക്കോട് നിന്ന് പോകുന്നുണ്ടെന്നും അവർക്കെല്ലാം കപ്പൽ സർവീസ് നേട്ടമാകുമെന്നും CE ചാക്കുണ്ണി പറയുന്നു. കേരള സർക്കാരുകൾക്കും പദ്ധതിയിൽ താൽപര്യമുണ്ടെന്നും അദ്ദേഹം പ്രതികരിച്ചു. ചരക്കുകൾ കേടുകൂടാതെ എത്തിക്കാമെന്നത് കപ്പൽ സർവീസിന്റെ നേട്ടമാണ്. കരിപ്പൂരിൽ നിന്ന് വലിയ വിമാനങ്ങൾ സർവീസ് നടത്താത്ത സാഹചര്യം മൂലമുള്ള പ്രതിസന്ധി മറികടക്കാനും സാധിക്കും. ഓണം ഉൾപ്പെടെയുള്ള ആഘോഷവേളയിൽ വൻതോതിൽ വാഴയില ഗൾഫിലേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. മാത്രമല്ല, കപ്പൽ സർവീസ് സാധ്യമായാൽ കയറ്റുമതിക്ക് തയ്യാറാണ് എന്ന് പല വ്യവസായികളും സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. ഗുജറാത്തിലെ മാരിടൈം ബോർഡ് ചെയർമാൻ സർവീസിന് താൽപര്യം അറിയിച്ചുവെങ്കിലും അതിനു മുൻപ് 2 ഏജൻസികളുമായി ധാരണയായി. പദ്ധതിയുടെ വിജയസാധ്യത കണ്ട് ഒട്ടേറെ പ്രമുഖർ ബന്ധപ്പെടുന്നുണ്ട്. കപ്പൽ സർവീസ് തുടങ്ങുന്നതിനുള്ള ചർച്ചകൾ അതിവേഗം നടന്നിരുന്നുവെങ്കിലും മന്ത്രിമാർ മാറിയതും പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായതുമെല്ലാം വേഗത കുറച്ചു. അടുത്തിടെ വിഷയം മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച ചെയ്തിരുന്നുവെന്നും നടപടികൾ അന്തിമഘട്ടത്തിലാണെന്നും ചാക്കുണ്ണി അറിയിച്ചു. സർവീസ് നടപടികൾ എളുപ്പമാക്കാൻ ഏതുതരത്തിലുള്ള സഹകരണവും തങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം അഭിമുഖത്തിൽ പ്രതികരിച്ചുകൊണ്ട് പറഞ്ഞു.